1973 ശ്രീ എം.എ. യൂസഫ് അലി യു.എയിൽ എത്തുന്നത്. അതിനു മുമ്പും അതിനുശേഷവും യു.എയിലേക്ക് യാത്ര ചെയ്ത് അവിടെ ജോലി ചെയ്തും ബിസിനസ് നടത്തിയും അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള പലരെയും നമുക്കറിയാം. പക്ഷേ അവർക്കൊന്നും അദ്ദേഹത്തെ പോലെ ആകാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും ബാക്കിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഇത്ര സമ്പന്നനും കോടീശ്വരനുമായത്? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശ്രീ എം.എ. യൂസഫ് അലിയുടെ ജീവിതകഥയാണ്. 1955 നവംബർ 15 തൃശ്ശൂരിലാണ് യൂസഫ് അലി ജനിച്ചത്. അദ്ദേഹം ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം ഗുജറാത്തിലേക്ക് പോയി. അച്ഛനും സഹോദരനും ഗുജറാത്തിൽ ഒരു ചെറിയ പലചരക്ക് കടയും അതിനോട് അനുബന്ധമായ ചില കച്ചവടങ്ങളും അവർ അവിടെ നടത്തി വരികയായിരുന്നു. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ യൂസഫ് അലി ഗുജറാത്തിൽ പോയത്. ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങൾ അദ്ദേഹം ഇവിടെ നിന്നാണ് പഠിച്ചതെന്ന് നമുക്ക് പറയാം. ബിസിനസ്സിനൊപ്പം പഠനവും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ദുബായിലുള്ള യൂസഫ് അലിയുടെ കൊച്ചാപ്പ എം.കെ. അബ്ദുള്ള ചില ചെറുകിട കച്ചവടങ്ങൾ നടത്തി വരികയായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ 1973 ഡിസംബർ 39 ബോംബെയിൽ നിന്ന് തൂമ്ര എന്ന കപ്പലിൽ യൂസഫ് അലി യു.എയിലേക്ക് പോകാൻ തീരുമാനിച്ചു. മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുമായി പ്രതീക്ഷകളുടെ നഗരവും പ്രതീക്ഷകളുടെ നാടുമായ യു.എയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. നിരവധി തടസ്സങ്ങൾ മറികടന്ന് 7 ദിവസത്തിന് ശേഷം ഒടുവിൽ അദ്ദേഹം യു.എയിലെത്തി. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ദുബായ് അല്ലായിരുന്നു അന്ന്. കൂറ്റൻ കെട്ടിടങ്ങൾക്ക് പകരം മരുഭൂമിയായിരുന്നു ഏറെയും അന്ന് ദുബായ്, അബുദാബി, യു.എ എന്നിവിടങ്ങളിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. വളരെ അധികം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ശ്രീ യൂസഫ് അലി യു.എയിലെ ആദ്യ ദിനങ്ങൾ കടത്തിവിട്ടത്. ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടായപ്പോഴും അദ്ദേഹത്തിൻ്റെ കൊച്ചാപ്പയുടെ ബിസിനസ്സിന് വേണ്ടി ഒരുപാട് ജോലികൾ അദ്ദേഹം ചെയ്തു. ബിസിനസ്സിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ജോലികളാണ് അദ്ദേഹം ചെയ്തത്. ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ചരക്കുകൾ ചുമക്കുന്ന ജോലി പോലും അദ്ദേഹം ചെയ്യുമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപകനായ അദ്ദേഹത്തിൻ്റെ കൊച്ചാപ്പ എം.കെ. അബ്ദുള്ളയ്ക്കൊപ്പം ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി പലതരത്തിലുള്ള വഴികൾ അദ്ദേഹം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ പാതയിലൂടെ മുന്നോട്ട് പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു ശ്രീ യൂസഫ് അലി. അതുകൊണ്ട് തന്നെ ബിസിനസ് അവസരങ്ങളെയും സാധ്യതകളെയും കുറിച്ച് അദ്ദേഹം നിരന്തരം പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പുതിയൊരു ആശയം കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ കടയിലുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം പഠിച്ചു. അതിനുശേഷം എന്തുകൊണ്ട് അവിടെ നിന്ന് സാധനങ്ങൾ ഡയറക്റ്റ് ഇറക്കിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാക്ടറിയിൽ പോയി കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ചെറിയ ലാഭം എടുത്തുകൊണ്ട് സാധനങ്ങൾ സാധാരണക്കാർക്ക് വിൽക്കാമെന്നും അതിലൂടെ വലിയ ലാഭം നേടാമെന്നും അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ ദുബൈയിലോ യു.എയിലോ എത്തുന്ന സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ്. വിദേശ രാജ്യങ്ങളാണ് ഒട്ടുമിക്ക സാധനങ്ങളും ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിവിധ രാജ്യങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറക്കുമതിയുടെ അവസരത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത്. നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഇത് യു.എയിലേക്ക് ഇറക്കുമതി ചെയ്ത് മൊത്തമായി വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയി. 1980കളിൽ ഈ കാര്യങ്ങൾക്കെല്ലാം സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം അദ്ദേഹം നിരന്തരം ബിസിനസ് അവസരങ്ങൾ തേടുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ കടകളിൽ നിന്ന് വ്യത്യസ്തമായി സാധനങ്ങൾ വാങ്ങാൻ ഒറ്റക്കട അല്ലെങ്കിൽ ഒറ്റ സൂപ്പർ മാർക്കറ്റ് എന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അക്കാലത്ത് യു.എയിൽ നോക്കിയാൽ സാധനങ്ങൾ വാങ്ങാൻ പല കടകളിലും പോകേണ്ടി വന്നിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂപ്പർ മാർക്കറ്റ് എന്ന ആശയം ഉദിച്ചത്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് യു.എയിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. 1989 അദ്ദേഹം തൻ്റെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു. അത് ജനങ്ങൾക്കിടയിൽ വലിയ വിജയമായിരുന്നു. പല കടകളിൽ പോകുന്നതിന് പകരം ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാം വാങ്ങാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു. ജനങ്ങൾ ഇരു കൈകളും നീട്ടി ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തു. അങ്ങനെ വിജയകരമായി സൂപ്പർ മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ വിപുലീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹൈപ്പർ മാർക്കറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. എന്നാൽ ഈ കാലഘട്ടം ഗൾഫിനും യു.എയ്ക്കും ഏറെ പ്രയാസമുള്ളതായിരുന്നു. യു.എയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് കാണുന്ന യു.എ ഈ നിലയിലേക്ക് എത്തിയതിന് ഇൻവെസ്റ്റേഴ്സിനുള്ള പങ്ക് വളരെ വലുതാണ്. എന്നാൽ അന്ന് 1990 ഗൾഫ് യുദ്ധം കാരണം യു.എയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് ഭയമായിരുന്നു. പലതരത്തിലുള്ള ബിസിനസ് പ്ലാൻ ചെയ്ത യൂസഫ് അലിക്ക് ഇതൊരു തിരിച്ചടിയായിരുന്നു. പക്ഷേ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും എം.എ. യൂസഫ് അലി അന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തെ വിശ്വസിക്കുന്നു എന്നാണ്. ഈ കാരണത്താൽ രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് നേരിട്ട് വിളിപ്പിച്ചു. അങ്ങനെ രാജകുടുംബവുമായി നല്ല ബന്ധം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ന് യു.എയിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് എം.എ. യൂസഫ് അലി. ദിവസങ്ങൾ കടന്നുപോയി. 1991 ഗൾഫ് യുദ്ധം അവസാനിപ്പിച്ചു. ദുബായും യു.എയും വീണ്ടും ഉയരാൻ തുടങ്ങി. കൂടെ എം.എ. യൂസഫ് അലി എന്ന ബിസിനസ്സുകാരനും. പല മേഖലകളിൽ അദ്ദേഹം തൻ്റെ ബിസിനസ് ആരംഭിച്ചു. 2000 ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണലിന് അദ്ദേഹം തുടക്കം കുറിച്ചു. ഇന്ന് അദ്ദേഹം ഒരു വിജയിച്ച ബിസിനസ്സുകാരനാണ്.
GCCയിൽ 200-ലധികം ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. 57,000-ൽ പരം ആളുകൾ ലുലു ഗ്രൂപ്പിന് കീഴെ ജോലി ചെയ്യുന്നുണ്ട്. 37 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ജോലി നൽകാൻ ലുലു ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഒരു മാൾ കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി ശ്രീ MA യൂസഫ് അലി തിരഞ്ഞെടുത്തത് കൊച്ചിയായിരുന്നു. 1200 കോടിയാണ് അദ്ദേഹം നിക്ഷേപിച്ചത്. 2013-ൽ ലുലു ഗ്രൂപ്പ് ഇവിടെ ബിസിനസ് ആരംഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ ആയിരുന്നു കൊച്ചി ലുലു മാൾ. ശ്രീ MA യൂസഫ് അലിക്ക് എത്ര ആസ്തിയുണ്ടെന്ന് നിങ്ങൾ ഇതിനോടകം തന്നെ ചിന്തിച്ച് കാണും. അദ്ദേഹത്തിൻ്റെ ആസ്തി നിലവിൽ ഏകദേശം 850 കോടി US ഡോളറാണ്. 2008-ൽ അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2005-ൽ APJ അബ്ദുൽ കലാമിൽ നിന്ന് പ്രവാസി ഭാരതീയ സമ്മാൻ സ്വന്തമാക്കി. നിരവധി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഹോണറി ഡോക്ടറേറ്റും ലഭിച്ചു. അദ്ദേഹം നമ്മുടെ നാടിന് നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ലുലു ഗ്രൂപ്പും ശ്രീ MA യൂസഫ് അലിയും വഹിച്ച പങ്ക് ചെറുതല്ല. ഓരോ ദുരന്തങ്ങളുണ്ടാകുമ്പോഴും ചില മനുഷ്യർക്ക് സഹായങ്ങൾ വേണ്ടപ്പോഴും കൃത്യസമയത്ത് ഇടപെട്ട് സാമ്പത്തികമായും ചികിത്സാ സഹായമായും ഒരുപാട് സഹായങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രതിസന്ധി കാലത്തും അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ നമ്മളെല്ലാം കണ്ടതും കേട്ടതുമാണ്. ദീർഘവീക്ഷണത്തോടെ കഠിനാധ്വാനം ചെയ്ത് പുതിയ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി എന്നുള്ളതാണ് ശ്രീ MA യൂസഫ് അലിയുടെ വിജയത്തിന് അടിത്തറയായതെന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.